നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കൾ വിലസുന്നു. കയറമ്പാറയിൽ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് മോഷ്ടാവ് വയോധികയുടെ മാല കവർന്നു. 1 പവൻ വരുന്ന മാലയാണ് കവർന്നത്. തച്ചമ്പാറ മച്ചാംതോട് ചെന്തുണ്ടിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പശുക്കിടാവിനെ കടിച്ചുകൊന്നു. പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാൻ ഒരുങ്ങി വനം വകുപ്പ്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല മഞ്ചൽ സമരം നടത്തി. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് നേതാക്കൾ. മണ്ണാർക്കാട് നഗരസഭയിൽ വസ്തുനികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ്. നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് മുടങ്ങിയ നികുതി അടയ്ക്കാനാണ് നോട്ടീസ്. കുടിശ്ശിക ഉൾപ്പെടെ ഉടമകൾ അടയ്ക്കേണ്ടി വരിക വൻ തുക. 5ാം ക്ലാസ്സുകാരൻ അനിരുദ്ധ് ആവശ്യപ്പെട്ടു. സ്കൂളിന് ബസ് സമ്മാനമായി നൽകി വി കെ ശ്രീകണ്ഠൻ MP. ചെർപ്പുളശ്ശേരി GUP സ്കൂളിനാണ് MP-യുടെ വക പുതിയ ബസ് ലഭിച്ചത്. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം കയറമ്പാറയിൽ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് വയോധികയുടെ സ്വർണ്ണമാല കവർന്നു. കയറമ്പാറ കുന്നത്ത് വീട്ടിൽ പാഞ്ചാലിയുടെ 1 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് മോഷണം പോയത്. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ മുൻവശത്തെ മുറിയിലാണ് പാഞ്ചാലി ഉറങ്ങിയിരുന്നത്. വീടിന് മുകളിലെ ഓടിളക്കി അകത്ത് കടക്കാൻ മോഷ്ടാവ് ആദ്യം ശ്രമിച്ചെങ്കിലും ഇത് പരാജയപ്പെട്ടു. തുടർന്നാണ് മുൻവാതിലിന്റെ ഓടാമ്പൽ നീക്കി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നത്. ശബ്ദം കേട്ട് തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന മകൾ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് മാലയുമായി കടന്നു കളഞ്ഞിരുന്നു. ഒരു 3 മണിക്ക് എന്താ ശബ്ദം കേട്ടു. ഞങ്ങളപ്പോൾ കാട്ടുപന്നിയുടെ ശബ്ദമാണ് തൊടി കൂടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് 2 പുറത്തും ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിരുന്നപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളുടെ നിഴലാട്ടം കണ്ടു. അയാളത് കാണലും വന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കയറി എൻ്റെ കഴുത്തിലത്തെ പൊട്ടിച്ചിട്ട് അയാൾ ഓടി. ബലപ്രയോഗത്തിനിടെ പൊട്ടിപ്പോയ മാലയുടെ ചെറിയ ഭാഗം പിന്നീട് വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കൾ വിലസുകയാണെന്നും ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തച്ചമ്പാറ പഞ്ചായത്ത് മാച്ചാംതോട് ചെന്തുണ്ടിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പശുക്കിടാവിനെ കടിച്ചുകൊന്നു. ഈറ്റത്തോടൻ റജിയുടെ കിടാവിനെയാണ് പുലി പിടിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വ്യാഴാഴ്ച രാത്രിയാണ് ഈ ഭാഗത്ത് പുലി ഇറങ്ങിയത്. കെട്ടിയിട്ടിരുന്ന പശുക്കിടാവിനെ കടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് വീട്ടുകാർ വിവരമറിയുന്നത്. വനപാലകർ സ്ഥലത്തെത്തി പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. വൈകുന്നേരത്തോടെ കൂടുവയ്ക്കാമെന്നും ക്യാമറ സ്ഥാപിക്കാമെന്നും വനപാലകർ ഉറപ്പ് നൽകിയതായി തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ജോസഫ് പറഞ്ഞു. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ചും നിർമ്മാണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടും അനങ്ങനടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല മഞ്ചൽ സമരം സംഘടിപ്പിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ വേറിട്ട സമരം. യാത്രാ ദുരിതം പേറുന്ന ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ നവീകരണ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല മഞ്ചൽ സമരം സംഘടിപ്പിച്ചത്. അനങ്ങനടി പഞ്ചായത്ത് ഒറ്റപ്പാലം നഗരസഭാ അതിർത്തിയായ പത്തായപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പരിപാടി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റുമായ PM.A. ജലീൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ജ്വാലയുടെ അകമ്പടിയോടെ പ്രതീകാത്മക മഞ്ചലം വഹിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നു. തൃക്കടേരി അനങ്ങനടി പഞ്ചായത്തുകളുടെ അതിർത്തിയായ കിഴൂർ റോഡ് സെന്ററിൽ സമാപിച്ച പ്രതിഷേധ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഭരണാധികാരികൾ ജാതിയും മതവും നോക്കുന്നത് നിർത്തി സ്വന്തം കാലിനടിയിലേക്ക് ഒന്ന് നോക്കിയാൽ ഇത്തരം പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഗവൺമെന്റ് നമ്മുടെ നാട് ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം പൂർത്തിയാവുകയാണ്. 10 വർഷം പൂർത്തിയാവാൻ പോകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, മന്ത്രിമാരുടെ
ഭരണകൂടത്തിന് അതിന് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ പാർട്ടിയുടെയൊക്കെ പുതിയ കാലത്തെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥികളുടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ കണക്കെടുത്ത് പരിശോധന നടത്തുന്ന തിരക്കിലാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോട് പറയാനുള്ളത്, ആ ജാതിയും മതവും ഒക്കെ കണക്കാക്കി ജനപ്രതിനിധികളുടെ പേര് നോക്കി പ്രദേശത്തിൻ്റെയും ജയിച്ച പാർട്ടികളുടെയും ഒക്കെ വർഗീയോമീറ്റർ കൊണ്ട് പരിശോധിക്കുന്ന ആ പണിയൊന്ന് അവസാനിപ്പിച്ച് സ്വന്തം കാലിനടിയിലേക്ക് ഒന്ന് നോക്കാൻ കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അധിക സമയം വേണ്ടിവരില്ല എന്നാണ് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൾ സലാം മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മേനക്കം, ഷൊർണൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ഉണ്ണിൻകുട്ടി മാസ്റ്റർ, കെ സിദ്ദിഖ്, കെ അബ്ദുൾ നാസർ, ടി അലവി, എം.എ. റിയാസ് മാസ്റ്റർ, ഇ.പി. ഷിഹാബ് മാസ്റ്റർ, സി മുഹമ്മദ് ഷഫീഖ്, എ മുനീറുദ്ദീൻ, ഇ.പി. ഫസ്ലുഹഖ്, മുസ്തഫ പുലാക്കൽ, കുത്തബുദ്ദീൻ, യഹ്ഗൂം മോദിയിൽ, കെ ഫാസിൽ, സഗീഫ് കോതകുറിശി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണാർക്കാട് നഗരസഭ വസ്തുനികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ്. 2016 മുതലുള്ള നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഫെബ്രുവരി 19 മുൻപ് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് സെക്രട്ടറിയുടെ നോട്ടീസ്. നികുതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നഗരസഭ വക്കീൽ ഫീസ് ഇനത്തിൽ മാത്രം 32 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. മണ്ണാർക്കാട് നഗരസഭ നിലവിൽ വന്ന 2016 മുതൽ വസ്തുനികുതി പരിഷ്കരിച്ച് പിരിച്ചെടുക്കുന്നതിൽ അന്നത്തെ നഗരസഭാ അധികൃതർ വരുത്തിയ വീഴ്ചയ്ക്ക് കെട്ടിടമുടമകൾ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. നികുതി പരിഷ്കരിച്ച് ആക്ഷേപങ്ങൾ കേട്ട ശേഷം അന്തിമ വിജ്ഞാപനം ഇറക്കി നികുതി പിരിക്കണമെന്ന വ്യവസ്ഥ 2016 ഭരണത്തിലെത്തിയ ഭരണസമിതി പാലിച്ചില്ല. ഇതോടെ നികുതി പരിഷ്കരണ നടപടി എവിടെയും എത്തിയില്ല. എന്നാൽ 2021 ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിയുടെ പിഴവ് പരിഹരിക്കാനായി 2016 മുതലുള്ള നികുതി കുടിശ്ശിക പിരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോയി. ഇതിന്റെ ഭാഗമായി കെട്ടിടമുടമകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ 3 വർഷത്തിൽ കൂടുതൽ നികുതി പിരിക്കാൻ നഗരസഭയ്ക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം കെട്ടിട ഉടമകൾ കോടതിയെ സമീപിച്ചു. കോടതിയെ സമീപിച്ചവർക്ക് ഇളവ് ലഭിക്കുകയും ചെയ്തു. കോടതിയെ സമീപിക്കാതെ പലരും നികുതി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയെ സമീപിച്ചവർക്ക് അനുവദിച്ച ഇളവ് മറ്റുള്ളവർക്കും നൽകണമെന്നും അടച്ച നികുതി വരും വർഷങ്ങളിലേക്ക് വരവ് വെക്കണമെന്നുമാണ് കെട്ടിട ഉടമകൾ നിരന്തരം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. 2016 മുതലുള്ള നികുതി കുടിശ്ശികയ്ക്ക് ഉത്തരവാദികൾ കെട്ടിട ഉടമകളല്ലെന്നും ചട്ടം പാലിച്ച് നികുതി പരിഷ്കരിച്ച് നികുതി പിരിച്ചെടുക്കാതിരുന്ന അന്നത്തെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമാണ് ഉത്തരവാദികളെന്നുമാണ് കെട്ടിടമുടമകൾ പറയുന്നത്. നികുതി വിഷയത്തിൽ നഗരസഭയ്ക്ക് വേണ്ടി കേസിന് ഹാജരായ അഭിഭാഷകന് 32,25,000 രൂപയാണ് വക്കീൽ ഫീസ് ഇനത്തിൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2023-24 വർഷത്തെ പരിഷ്കരിച്ച നികുതി പിരിച്ചു തുടങ്ങുന്നതിനിടെയാണ് 2016-17 മുതലുള്ള നികുതി പരിഷ്കരിക്കാനുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകുന്നതെന്നാണ് വിരോധാഭാസം. പുതിയ നോട്ടീസ് അനുസരിച്ച് ഫെബ്രുവരി 19 നികുതി റിട്ടേൺ സമർപ്പിക്കണം. 2016 മുതലുള്ള കുടിശ്ശിക പിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കേസിന് പോയെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കടമ്പുഴിപ്പുറത്തെ 8 വയസ്സുകാരൻ കാർത്തികേയനു വേണ്ടി ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് കാരുണ്യ വിപ്ലവം നടത്തുന്നു. ജനുവരി 26 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ 6 മണിക്കൂർ നീളുന്ന കാരുണ്യ വിപ്ലവത്തിലൂടെ 1 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളും കടമ്പുഴിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയും ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടമ്പഴിപ്പുറം കോടിക്കഴി മുണ്ടുള്ളി വീട്ടിൽ മണികണ്ഠന്റെ മകൻ 8 വയസ്സുള്ള കാർത്തികേയൻ 1 വർഷമായി അപൂർവ ഇനം രക്താർബുദമായ മെറ്റാസ്റ്റാറ്റിക് ന്യൂറോബ്ലാസ്റ്റോമ ബാധിച്ച് ഇമ്മ്യൂണോതെറാപ്പിക്ക് നിർദ്ദേശിക്കപ്പെട്ട് കൊച്ചി ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇമ്മ്യൂണോതെറാപ്പി ചികിത്സ ചെയ്താൽ മാത്രമേ ജീവൻ നിലനിർത്താനാകൂ എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 2 കോടി രൂപയാണ് തെറാപ്പിക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടത്. ഇതിൽ 1 കോടി രൂപയോളം സമാഹരിച്ചിട്ടുണ്ട്. ബാക്കി തുക കൂടി കണ്ടെത്തുകയും മറ്റു രോഗികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ 1 കോടി രൂപ കൂടി അധികം സമാഹരിക്കാനാണ് കാരുണ്യ വിപ്ലവത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ദയാ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 26 രാവിലെ 9 മണി മുതൽ 6 മണിക്കൂർ നീളുന്ന കാരുണ്യ വിപ്ലവത്തിൽ 35 പേരടങ്ങുന്ന 100 സ്ക്വാഡുകൾ 100 സീൽഡ് ബക്കറ്റുകളിലായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങി പണം ശേഖരിക്കും.
രാവിലെ 8 മണിക്ക് പുലാപ്പറ്റ KP ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത പ്രചോദന പ്രഭാഷകൻ ഫിലിപ്പ് മമ്പാട് കാരുണ്യ വിപ്ലവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും മൊത്തം പിരിച്ച തുക വൈകുന്നേരം 5 മണിക്ക് സമാപന സമ്മേളനത്തിൽ വെച്ച് പുലാപ്പറ്റ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് സെക്രട്ടറിക്ക് കൈമാറുമെന്നും ദയാ ഭാരവാഹികൾ പറഞ്ഞു. മണികണ്ഠൻ മകൻ 8 വയസ്സുകാരനായിട്ടുള്ള കാർത്തികേയൻ എന്ന പിഞ്ചു കുഞ്ഞിന് അപൂർവയിനം രക്താർബുദമായിട്ടുള്ള മെറ്റാസ്റ്റാറ്റിക് ന്യൂറോബ്ലാസ്റ്റോമ ബാധിച്ച് കൊച്ചി ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയും. അതിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ഇമ്മ്യൂണോ തെറാപ്പിയാണ്. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ തെറാപ്പി ചെയ്യാനായിട്ട് ഇന്ത്യയിൽ അതിൻ്റെ മെഡിസിൻസ് കിട്ടാനില്ല. അമേരിക്കയിലെ ലാബുകളിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന സെല്ലുകൾ ഇമ്പോർട്ട് ചെയ്ത് കൊച്ചി ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയുടെ ശരീരത്തിൽ കുത്തിവെച്ച് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്നത്. അത് വളരെ കോസ്റ്റ്ലിയാണ്. ഒരു 3 ഫേസുള്ള ചികിത്സയാണ് അതിന് നിർദ്ദേശിക്കുന്നത്. ഒരു ഫേസിലെ മെഡിസിൻ മാത്രം 40 ലക്ഷം രൂപയാണ് വരുന്നത്. അതായത് അമേരിക്കയിൽ നിന്ന് മെഡിസിൻ വാങ്ങാൻ മാത്രം 40 ലക്ഷം രൂപയും തുടർ ചികിത്സയ്ക്ക് ഇവിടെ വന്നിട്ടുള്ള ചികിത്സയ്ക്ക് വേറെ തുകയും, അങ്ങനെ 1.25 മുതൽ 2 കോടിയോളം രൂപ വരെ ഈ ചികിത്സയ്ക്ക് ആവശ്യമാണ്. വളരെ നിർധന കുടുംബാംഗമാണ് മണികണ്ഠൻ. ഇത്രയും വലിയൊരു തുക സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് കാരുണ്യ വിപ്ലവം നടത്തി അതിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള തീരുമാനത്തിലാണ്. ഇതുവരെ 17 ദിവസമായി ഇന്നേക്ക് നമ്മൾ ഈ ഫണ്ട് റൈസിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നേ വരെ 1,25 ലക്ഷം രൂപ ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ഇനിയും തുക ആവശ്യമാണ്. നമ്മൾ കാരുണ്യ വിപ്ലവം നടത്തുമ്പോൾ ഒരു രോഗിക്ക് വേണ്ടി മാത്രമല്ല കാരുണ്യ വിപ്ലവം നടത്താൻ, ആ ഗ്രാമപഞ്ചായത്തിലുള്ള നിരവധി ക്യാൻസർ കിഡ്നി പേഷ്യൻസിന് സമാശ്വാസം ചികിത്സാ ധനസഹായം നൽകുക എന്നൊരു ലക്ഷ്യം കൂടിയിട്ട് ഇതിനുണ്ട്. കാരുണ്യ വിപ്ലവത്തിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MK ബീനയും അഭ്യർത്ഥിച്ചു. രക്താർബുദം എന്ന അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടി ഒരു കാരുണ്യ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഭരണസമിതി ഏറ്റെടുത്തപ്പോൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരു തീവ്ര യജ്ഞം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ ഇപ്പം ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ 1,25 ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. കുഞ്ഞുമോനെ കടമ്പഴിപ്പുറത്തിൻ്റെ കുഞ്ഞുമോനായ കുഞ്ഞു കാർത്തികേയൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റെടുത്ത കാരുണ്യ വിപ്ലവത്തിലെ ജനുവരി 26-ന് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ വീടുകളിലും ബക്കറ്റ് കളക്ഷനായിട്ട് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ 100 ബൂത്തുകളിൽ നിന്നും ബക്കറ്റ് കളക്ഷനുമായി എല്ലാ വീടുകളും കയറിയിറങ്ങി ആ കുഞ്ഞുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള തുക കണ്ടെത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. കാർത്തികേയന്റെ ഇമ്മ്യൂണോ തെറാപ്പിക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുകയുൾപ്പെടെ മൊത്തം പിരിച്ച തുകയിൽ 75% തുകയും കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്കും ബാക്കി തുക കടമ്പഴിപ്പുറം പഞ്ചായത്തിന് പുറത്തുള്ള രോഗികൾക്കും വിനിയോഗിക്കുമെന്നും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകൻ EB രമേശ് പറഞ്ഞു. മറ്റ് ഭാരവാഹികളായ P ബാലകൃഷ്ണൻ, ജോജോ പുത്തൻപുരയ്ക്കൽ, ശങ്കർജി കോങ്ങാട്, മോഹൻദാസ് മഠത്തിൽ, കാർത്തികേയന്റെ പിതാവ് മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 5ാം ക്ലാസ്സുകാരൻ അനിരുദ്ധ് ആവശ്യപ്പെട്ടു. സ്കൂളിന് ബസ് സമ്മാനമായി നൽകി VK ശ്രീകണ്ഠൻ MP. ചെർപ്പളശ്ശേരിയിൽ നിന്നുമാണ് രസകരമായ ഈ ബസിന്റെ കഥ. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ വാർഷികാഘോഷവേദിയിൽ മുഖ്യാതിഥിയായി എത്തിയ VK ശ്രീകണ്ഠൻ MPക്ക് ഒരു നിവേദനം നൽകാൻ വേണ്ടിയാണ് വിദ്യാർത്ഥിയായ അനിരുദ്ധിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അല്ലേ? പക്ഷെ ആ മിടുക്കൻ ഒരു തെറ്റു കൂടാതെ വളരെ വൃത്തിയും വെടുപ്പോടും കൂടി പറയേണ്ട കാര്യം ലളിതമായി ചുരുക്കി പറഞ്ഞതിനാണ് ഞാൻ സ്കൂളിന് സ്വന്തമായി ഒരു സ്കൂൾ ബസ് വേണമെന്ന ആവശ്യം വളരെ ലളിതവും അർത്ഥപൂർണവുമായ പ്രഭാഷണത്തിലൂടെ
കുരുന്ന് അനിരുദ്ധ് MP-ക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇതിൽ ആകൃഷ്ടനായ MP അതേ വേദിയിൽ വച്ച് തന്നെ ആവശ്യം ഏറ്റെടുത്തു. തുടർന്ന് ഒരു വർഷത്തിനുപുറം സ്കൂൾ ബസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ കയ്യടി നേടുന്നതും അനിരുദ്ധ് തന്നെയാണ്. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനിരുദ്ധ് ഇതിനോടകം സ്കൂളിലെ താരമായി കഴിഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നടന്ന ബസ് ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ എത്തിയ MP ആദ്യം അന്വേഷിച്ചതും വിദ്യാർത്ഥിയായ അനിരുദ്ധനെ തന്നെയാണ്. ബസ് ഫ്ലാഗ് ഓഫ് ചെയ്ത ശേഷം കുട്ടികളോടൊപ്പം ആടിയും പാടിയും കുറച്ചുനേരം യാത്ര ചെയ്ത ശേഷമാണ് MP മടങ്ങിയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാലോ, ചെർപ്പളശ്ശേരി ഗവൺമെൻറ് UP സ്കൂളിലെ വാർഷികത്തിന് വന്നപ്പോൾ നമ്മുടെ അനിരുദ്ധാണ് അവിടെ ഈ കുട്ടികളുടെ എല്ലാവരുടെയും ആവശ്യം. അവർക്ക് ഇതുവരെ ബസ് കിട്ടിയില്ല, അപ്പോൾ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനും പഠന നിലവാരം മെച്ചപ്പെടുന്നതിനും ഒക്കെ ബസ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം അന്ന് തന്നെ ഞാൻ അനിരുദ്ധിനോടും കുട്ടികളോടൊക്കെ പറഞ്ഞു ബസ് അനുവദിക്കാമെന്ന്. ഇപ്പം ആ ബസ് അനുവദിച്ച് അത് ലഭിച്ചു. അതിനുള്ള സന്തോഷം കുട്ടികളോടൊപ്പം പങ്കുവെക്കുകയാണ്. നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ചും കളിച്ചും വളരട്ടെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച എനിക്ക് കുട്ടികളുടെ ആവശ്യം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഞാനും പഠിക്കുന്ന കാലത്ത് എത്രയോ കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നതും വീട്ടിലേക്ക് വന്നിരുന്നതും. ഇപ്പോൾ കുട്ടികൾ അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു പ്രൊഫഷൻ ഉണ്ട്. അങ്ങനെ മറ്റ് പല സ്കൂളുകളും ആവശ്യപ്പെടുന്നുണ്ട്. ഈ വർഷം 8 സ്കൂളുകളിലേക്കാണ് MP ഫണ്ടിൽ നിന്ന് ബസ് കൊടുത്തത്. അതിൽ ചെർപ്പളശ്ശേരി UP സ്കൂളും പെട്ടു. നമ്മുടെ മിടുക്കനായിട്ടുള്ള അനിരുദ്ധനാണ് അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രസംഗിച്ചത്. നിങ്ങൾ കണ്ടല്ലോ. മോനെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കട്ടെ. ഞാളെ മിടുക്കനാണ്. ഏത് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കനാണ്. അവനാണ് ഈ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഈ ആവശ്യം എൻ്റെ മുമ്പാകെ പ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചത്. അതിയായ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. നമ്മുടെ സർക്കാർ സ്കൂളിലെ കുട്ടികൾ നന്നായി പഠിച്ച് അവർ നല്ല ഒരു സ്ഥിതിയിലെത്തട്ടെ എന്നാണ്. ഇദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശവും പിന്തുണയും നമ്മുടെ മുന്നേറ്റത്തിനുള്ള ചാലക ശക്തിയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നമ്മുടെ വിദ്യാലയത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രത്യാശിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും ആശംസിക്കുന്നു. ശ്രീകൃഷ്ണപുരം കുളക്കാട്ട് കുറിശി റൂട്ടിൽ ബസ് ഓടാത്ത പ്രശ്നം. യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യവുമായി INTUC വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് INTUC ജില്ലാ സെക്രട്ടറി VN കൃഷ്ണൻ പറഞ്ഞു. കുളക്കാട്ട് കുറിശിയിൽ നിന്നും പുറപ്പെട്ട് പാലക്കാട്ടേക്ക് ഓടേണ്ട SMS എന്ന ബസ് പെർമിറ്റ് ഉണ്ടായിട്ടും കുളക്കാട്ട് കുറിശി റൂട്ടിൽ ഓടാത്തതിൽ നാട്ടുകാർ ദുരിതത്തിലാണെന്നും INTUCയും സീനിയർ സിറ്റിസൺ ഫോറം ഭാരവാഹികളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നെന്നും ജില്ലാ സെക്രട്ടറി VN കൃഷ്ണൻ പറഞ്ഞു. ബസ് ഓണേഴ്സും അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പഞ്ചായത്ത് ഭരണകക്ഷിയിൽ ഉൾപ്പെട്ട ചിലരുടെയും നിക്ഷിപ്ത താൽപര്യങ്ങളാണ് ബസ് ഇതുവഴി ഓടാതിരിക്കാൻ കാരണം. പാലക്കാട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്കും ഗതാഗത മന്ത്രിക്കും MLAയ്ക്കും ഒറ്റപ്പാലം താലൂക്ക് ജോയിന്റ് RTOയ്ക്കും പരാതികൾ നൽകിയതാണ്. എന്നാൽ ഇടപെടൽ ഉണ്ടായില്ല. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. നിയമപരമായും പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. നിയമപരമായും വിഷയത്തെ നേരിടുമെന്നും INTUC ജില്ലാ സെക്രട്ടറി VN കൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ പാലക്കാട് RTOയുടെ കീഴിലുള്ള KL 48 3700 നമ്പർ ബസ് SMS ബസ് കുളക്കാട്ട് കുറിശിയിൽ നിന്ന് പുറപ്പെട്ട് ചെർപ്പളശ്ശേരിയിലേക്ക്
അവിടെ നിന്ന് പാലക്കാട്ടേക്കും. അങ്ങനെ പാലക്കാട്ടേക്ക് ഒരു ട്രിപ്പും ബാക്കി 3 ട്രിപ്പുകൾ കുളക്കാട്ടുശ്ശേരി ചെർപ്പളശ്ശേരി ഓടേണ്ട ബസ്സുകൾ. ആ ബസ് നാളിതുവരെയായി അതിന് പെർമിറ്റ് കിട്ടി കാലങ്ങളായി. ഇന്ന് വരെ ആ കുളക്കാട്ടുശ്ശേരി റൂട്ട് എന്താണെന്ന് പോലും കാണാത്ത ആ ബസ്സിൻ്റെ ഉടമകളുടെയും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട അധികാരികളുടെയും സഹായമുണ്ട് എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ കുളക്കാട്ടുശ്ശേരിയിലെ INTUCയുടെ യോഗം കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികളും അവിടുത്തെ ജനങ്ങളും പറയുകയാണ്, ഞങ്ങൾ എന്താണെന്നും ഉണ്ടാതിരിക്കണം, ഞങ്ങൾക്കൊരു ബസ് സർവീസൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ ഒരു ബസ്സിന് പെർമിറ്റ് കാരണം വേറെ ഒരാൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. ആ ബസ്സാണെങ്കിൽ ഓടുന്നില്ല. ഒന്നുകിൽ പെർമിറ്റ് എടുത്ത ബസ്സുകാരെ ഓടിക്കാനുള്ള സംവിധാനം നിങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ നിങ്ങൾ ചെയ്യാതിരിക്കണമെന്ന് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് ഒരു ആക്ഷേപവുമായി പറയുകയുണ്ടായി. ഇതിനു മുമ്പ് അതുപോലെ തന്നെ ഇവിടുത്തെ തന്നെ ഒരു സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ ഭാരവാഹികളായ ആൾക്കാർ ഇതേ പരാതി ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ബസ് ഓടാത്ത വിഷയം ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് മുൻപിൽ ഇതിനോടകം തന്നെ ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പ്രശ്നത്തിൽ വേണ്ടവിധം ഇടപെടുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും അവികസിതമായ എന്ന് പറയുമ്പോൾ ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അവികസിതമായി കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് 6-ാം വാർഡിൽ ഉൾപ്പെടുന്ന കുളക്കാട്ടുകുറിശ്ശിക്ക് ഉള്ളിലുള്ള ചേറുങ്ങോട് പുളിയക്കാട്ട് തെരുവ് പ്രദേശങ്ങൾ. നല്ല സൗകര്യപ്രദമായ റോഡ് നിലവിലുണ്ടെങ്കിൽ പോലും ഈ വഴി ബസ് ഗതാഗതം തീരെ കുറവാണ്. എന്നാൽ കുളക്കാട്ടുകുറിശ്ശിയിൽ നിന്ന് ചെർപ്പളശ്ശേരി പാലക്കാട് റൂട്ടിൽ SMS എന്ന പേരിൽ KL 49-3700 എന്ന ഒരു നമ്പറിലുള്ള ബസ്, സ്ഥിരമായി പെർമിറ്റ് ഉള്ള ബസ് വർഷങ്ങളായി ഈ കുളക്കാട്ടുകുറിശ്ശി ഗ്രാമത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കേവലം ചെർപ്പളശ്ശേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിനും മറ്റെല്ലാം പരിഹാരമായി ഒരു ദിവസം രാവിലെ കുളക്കാട്ടുകുറിശ്ശിയിൽ നിന്ന് ആരംഭിച്ച് ചെർപ്പളശ്ശേരിയിലേക്കും പിന്നീട് ഉച്ച സമയത്ത് പാലക്കാട് നിന്ന് കുളക്കാട്ടുകുറിശ്ശി വന്ന് തിരിച്ച് കുളക്കാട്ടുകുറിശ്ശിയിൽ നിന്ന് ചെർപ്പളശ്ശേരിയിലേക്കും രാത്രി പാലക്കാട്ട് നിന്ന് കുളക്കാട്ടുകുറിശ്ശി ഹോൾട്ടാവുന്ന രീതിയിലേക്കുള്ള ഒരു സമയക്രമീകരണമാണ് നിലവിൽ ആ ബസ്സിന് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. വർഷങ്ങളായി ഈ റൂട്ട് കുളക്കാട്ടുകുറിശ്ശി ഭാഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ SMS എന്ന ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയെയും ഭാര്യ പിതാവിനെയും മർദ്ദിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. തെങ്കര മണലടി കുന്നൻ വീട്ടിൽ ഷിഹാബുദ്ദീനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഷിഹാബുദ്ദീന്റെ ഭാര്യ ഫെബിനയെ നാരങ്ങപ്പറ്റയിലെ വീടിന് മുൻവശത്ത് വെച്ച് മുഖത്തടിക്കുകയും തടയാൻ ശ്രമിച്ച ഫെബിനയുടെ പിതാവ് മുഹ്സിനെ കല്ലുകൊണ്ട് മുഖത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. MP ഫണ്ട് വിനിയോഗിച്ച് കുറുവട്ടൂർ കുളപ്പുള്ളി റോഡ് 2ാം ഘട്ട നവീകരണം പൂർത്തിയായതിന്റെ ഉദ്ഘാടനം നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. MP ലാഡ്സ് 2024-2025 ഫണ്ടിൽ നിന്നും 16 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുറുവട്ടൂർ കുളപ്പുള്ളി റോഡ് 2ാം ഘട്ടം വല്ലപ്പുഴ പഞ്ചായത്ത് അതിർത്തി വരെ നവീകരിച്ചത്. ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് എല്ലാവരും വിളിച്ച് എപ്പോൾ എന്തായാലും ഇത് അനുവദിച്ചിട്ടുള്ള വർഷം ഒന്നായി ഇന്ന് നടപ്പിലാക്കി വരുമ്പോഴേക്കും ഇത്രയും സമയമെടുത്തു. എന്തായാലും വളരെ ചെറിയ ഫണ്ടാണെങ്കിൽ 16 ലക്ഷം രൂപ വലിയ ഫണ്ടല്ല, പക്ഷേ വലിയ ഒരു പ്രയോജനമാണ് ഈ പ്രദേശവാസികൾക്ക്. കാരണം ഒരു മുനിസിപ്പാലിറ്റിയും ഒരു പഞ്ചായത്തിലും ജനങ്ങൾ പരസ്പരം യാത്ര ചെയ്യുന്നതാണ്. അവർക്ക് ഇത്രയും ഒരു പ്രയോജനം ഈ ചെറിയൊരു ഫണ്ട് കൊണ്ട് കഴിവിച്ചാൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ തൊട്ടടുത്ത വാർഡിൽ ഏതാ സേവിച്ച പറഞ്ഞു തറക്കൽപ്പടി മനക്കൽപ്പടി റെയിൽവേ സ്റ്റേഷൻ്റെ അല്ല, തറക്കൽപ്പടി മനക്കൽപ്പടി റോഡിന് 10 ലക്ഷം രൂപ നിങ്ങളുടെ എല്ലാവരും പറഞ്ഞു. ഇത് കുഴപ്പമൊന്നുമില്ല. തറക്കൽപ്പടി മനക്കൽപ്പടി റോഡിന് 10 ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ ടെൻഡർ കഴിഞ്ഞ് അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ കാര്യം എന്നോട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. 10 ലക്ഷം രൂപ വെച്ചു.
ആ പൈസ വെച്ച് പ്രോജക്റ്റ് തയ്യാറാക്കി വരുമ്പോൾ അത് നീർത്തട ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പഞ്ചായത്തിന് രേഖ കൊടുത്തില്ല. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലമല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് നീർത്തടാണ്. അപ്പോൾ അതിന് തിരുവനന്തപുരത്ത് പോയി ഈ തരം മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത് മാറ്റാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് നടക്കാതെ പോയിട്ടുള്ളത്. അത് തരം മാറ്റി അതിൻ്റെ രേഖകളൊക്കെ തയ്യാറാക്കി വീണ്ടും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പ് അനുവദിച്ച അതേ തുക വീണ്ടും അനുവദിക്കുന്നതായിരിക്കും. കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സി ജംസീന, പഞ്ചായത്ത് അംഗങ്ങളായ ഫബ്ന സി, കെ അഷ്റഫ് അലി, അഡ്വക്കേറ്റ് രാംദാസ്, സയ്യിദ് കോടനാട്, ദാവൂദ് കളത്തിൽ, MT സലാം, കളത്തിൽ കബീർ, നസീർ ആലിക്കൽ, ഹുസൈൻ കോമഞ്ചേരി, AV മരക്കാർ, PP ഉണ്ണീൻകുട്ടി, CT യൂസഫ്, കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. കരിങ്കല്ലത്താണി വെട്ടത്തൂർ റോട്ടിൽ അരക്കുപറമ്പ് കുറ്റിപ്പുളി ഭാഗത്ത് റോഡിന് ഇരുവശവുമുള്ള ഗർത്തങ്ങൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാവുന്നു. ഒരു മാസത്തിനുള്ളിൽ നടന്നത് നിരവധി അപകടങ്ങൾ. സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് പാലക്കാട് ദേശീയപാത കരിങ്കല്ലത്താണിയിൽ നിന്നും വെട്ടത്തൂരിലേക്കുള്ള റോഡിൽ അരക്കുപറമ്പ് കുറ്റിപ്പുളി ഭാഗത്താണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയായി റോഡിനിരുവശവും ഗർത്തങ്ങളുള്ളത്. റോഡിൽ നിന്നും 10 അടിയോളം താഴ്ചയുണ്ട്. 2 വലിയ വാഹനങ്ങൾ നേർക്കുനേർ വന്നാൽ കഷ്ടിച്ചു കടന്നു പോകാനുള്ള സ്ഥലം മാത്രമാണ് ഇവിടെയുള്ളത്. ഒരു മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായതെന്ന് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് അംഗം ഹേയം ഫത്താഹ് പറയുന്നു. ഈ റോഡ് പണി ഏകദേശം പൂർത്തീകരിച്ചിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. ഈ പ്രദേശത്ത് തന്നെ 3 അപകടങ്ങൾ കഴിഞ്ഞു ഇതുവരെ ഉള്ളത്. ഇതുവരെ മാരകമായിട്ടുള്ള പരിക്കുകളോ കാരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി വരുമ്പോൾ ഈ റോഡിൻ്റെ ഇത്തരത്തിലുള്ള നവീകരണം പൂർത്തീകരിച്ച ഗതാഗതം നല്ല രൂപത്തിലായപ്പോൾ കൂടുതൽ വണ്ടികൾ, പരിചയമില്ലാത്ത വണ്ടികൾ, ഏരിയയുടെ പരിചയമില്ലാത്തത് കൊണ്ട് ഒരു അപകട മേഖല എന്നുള്ളത് വളരെ ഈ നാട്ടുകാർക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. നിലവിൽ പാതയുടെ നവീകരണം പൂർത്തീകരിച്ചു. എന്നാൽ ഈ പ്രവൃത്തിയോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. വിഷയത്തിൽ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് പാതയ്ക്ക് ഇരുവശവും സുരക്ഷാ വേലികൾ സ്ഥാപിക്കണമെന്ന് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗം അഷ്റഫ് നടക്കളത്തിൽ ആവശ്യപ്പെട്ടു. പള്ളിക്കുന്ന് കുറ്റിപ്പുളി ഇതിൻ്റെ ഇടയിൽ വെച്ച് ഒരു 3 അപകടങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. കാര്യമായ പരിക്കുകളൊന്നുമില്ലെങ്കിലും അത് നിരേന ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വഴിയിലൂടെ നല്ലൊരു കൈവരി കെട്ടി ഭദ്രമായി ഇതിനൊരു നല്ലൊരു പരിഹാരം കാണണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്ന് ഇതിന് നല്ലൊരു പരിഹാരം കാണണമെന്ന് ആണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അരക്കുപറമ്പിൽ നിന്നും വെട്ടത്തൂർ ഭാഗത്തേക്കുള്ള യാത്രാമധ്യേ വ്യാഴാഴ്ച രാവിലെ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെത്തല്ലൂർ തെക്കുമുറി ആറാട്ടുകടവ് റോഡിന് കുറുകെയുള്ള തോടിന്റെ ഓവുപാലം തകർന്നിട്ട് 2 വർഷം തികയാറാകുമ്പോഴും നവീകരിക്കുവാനുള്ള ശ്രമം ഇല്ല. കഴിഞ്ഞ ഭരണസമിതി 12 ലക്ഷം രൂപ പാലം നിർമ്മാണത്തിലേക്ക് മാറ്റിവെച്ചതായി അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണം നടന്നിട്ടില്ല. 2024 ജൂലൈ മാസത്തിലുണ്ടായ ശക്തമായ മഴയിൽ അത്തിപ്പറ്റ പാടശേഖരത്ത് വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നു. പാടത്തിനു സമീപത്തുള്ള ചെത്തല്ലൂർ തെക്കുമുറി ആറാട്ടുകടവ് റോഡിന് കുറുകെ പോകുന്ന തോട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഓവുപാലത്തിന്റെ ഭിത്തി ഭാഗികമായി തകർന്നു. ഇതോടെ സ്ലാബും തകർച്ചാ ഭീഷണിയിലായി. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലെ അപകട ഭീഷണി മുൻനിർത്തി ഗ്രാമപഞ്ചായത്ത് ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് അന്ന് വിലക്കേർപ്പെടുത്തിയിരുന്നു. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതോടെ പഴയതുപോലെ ഗതാഗതം തുടർന്നു. പാലം ഇപ്പോഴും അപകട ഭീഷണിയിലാണ്. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി 12 ലക്ഷം രൂപ പാലം നിർമ്മാണത്തിലേക്ക് മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും പ്രവൃത്തികൾ തുടങ്ങിയിട്ടില്ല. വർഷകാലമായാൽ പാലം പൂർണ്ണമായും നിലംപതിക്കാൻ സാധ്യത ഏറെയാണ്. അസാമാന്യ ബുദ്ധിവൈഭവവും ഓർമ്മശക്തിയും കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പനമണ്ണ സ്വദേശിയായ 3 വയസ്സുകാരൻ ദക്ഷിത് ദേവ്. തന്റെ വാക്ചാതുര്യം കൊണ്ടും നിരീക്ഷണ പാടവം കൊണ്ടും ഈ കൊച്ചുമിടുക്കൻ IBR അച്ചീവർ പട്ടമാണ് സ്വന്തമാക്കിയത്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ മല്ലിപ്പറമ്പിൽ ശ്രീകുമാരന്റെ ചെറുമകനും തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന കൊണ്ടയൂർ ദേശമംഗലം സ്വദേശി ഗിരീഷ് കുമാറിന്റെയും ശ്രീവിദ്യയുടെയും മകനാണ് ദക്ഷിത്. ഇംഗ്ലീഷ് എന്താ പറയാ? എന്താ
പച്ചക്കറികൾ, പഴങ്ങൾ, പൂക്കൾ, പ്രാണികൾ, മൃഗങ്ങൾ, പ്രമുഖ വ്യക്തികൾ, വാഹനങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി 100-ലധികം കാര്യങ്ങൾ ദക്ഷിത് നിഷ്പ്രയാസം തിരിച്ചറിയും. കൂടാതെ കേരളത്തിലെ 14 ജില്ലകൾ, ഇംഗ്ലീഷ് അക്ഷരമാല, മാസങ്ങൾ, ആഴ്ചകൾ എന്നിവ തെറ്റുകൂടാതെ പറയുന്നതിനൊപ്പം 52 ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനും 3 വയസ്സുകാരനായ ദീക്ഷിതിന് സാധിക്കും. ഗൃഹോപകരണങ്ങൾ തിരിച്ചറിയുന്നതിനൊപ്പം അവയുടെ ഉപയോഗം കൂടി വിവരിക്കാൻ കഴിയുന്ന ഈ കുരുന്നിൻ്റെ അസാമാന്യ കഴിവ് തെളിയിക്കുന്ന നിരവധി വീഡിയോകൾ അവലോകനം ചെയ്താണ് റെക്കോർഡ്സ് അധികൃതർ ഈ നേട്ടം സ്ഥിരീകരിച്ചത്. ടൊമാറ്റോ എന്താ, പൊട്ടറ്റോ എന്താ, ബനാന എന്താ, വാട്ടർമെലൺ എന്താ, പൈനാപ്പിൾ എന്താ, ജാക്ക് ഫ്രൂട്ട് എന്താ, ജാക്ക് ഫ്രൂട്ട് മാംഗോ എന്താ, ബീറ്റ്റൂട്ട്, പിന്നെ പിന്നെ വാക്യൂം ക്ലീനർ എവിടെ? ഒരു വാക്യൂം ക്ലീനർ ഇരിക്കുന്നുണ്ട്. വാക്യൂം ക്ലീനർ എവിടെ? വാക്യൂം ക്ലീനർ എന്തിനാ യൂസ് ചെയ്യുക? 2ാം വയസ്സിൽ തന്നെ ദക്ഷിത് കാണിക്കുന്ന സവിശേഷമായ കഴിവുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ മാതാപിതാക്കൾ കൂടുതൽ പരിശീലനം നൽകുകയായിരുന്നു. അമ്മ ശ്രീവിദ്യയുടെ ശിക്ഷണത്തിലാണ് ഈ കുരുന്ന് നേട്ടങ്ങളിലേക്ക് നടന്നു കയറിയത്. അവർ 2 വയസ്സ് ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതായത് നമ്മൾ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ അതെന്താണെന്ന് നമ്മളോട് ചോദിക്കാനും അതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാമെന്നൊക്കെ നമ്മളോട് ചോദിക്കും. പിന്നെ നമ്മൾ ജില്ലകളാണെങ്കിലും ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 14 ജില്ലകൾ പറയും. പിന്നെ നമ്മൾ ഫ്ലാഷ് കാർഡ് വാങ്ങിയിട്ട് അവന് കൊടുത്തപ്പോൾ അതിൽ വെജിറ്റബിൾസ്, അനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഫ്ലാഷ് കാർഡ് നോക്കി തിരിച്ചറിഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമ്മളൊരു വെള്ളം കുടിക്കാൻ അങ്ങനെ കൊടുത്തിട്ട് വെച്ചാൽ അതിന് എന്താണ് ചോദിക്കുകയെന്ന് അവൻ ചോദിക്കും. ഇപ്പോൾ വാട്ടറാണോ അങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ അവരതിന് എന്തൊക്കെ ഐറ്റംസാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 18 ഐറ്റംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ ലീഡേഴ്സ്, പിന്നെ നമ്മുടെ പോയറ്റ്സ്, പിന്നെ സാഹിത്യകാരന്മാർ, പിന്നെ ജില്ലകൾ, ബോഡി പാർട്സ് 14 ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ നമ്മൾ ഹോം അപ്ലയൻസ് പറഞ്ഞിട്ട്, അതായത് വീട്ടിലെ എല്ലാ ഗൃഹോപകരണ സാധനങ്ങളും അത് എന്താണെന്ന് അവൻ പറയുകയും ചെയ്യും, അതിൻ്റെ യൂസേജസും പറയും. ഇപ്പോൾ ഒരു വാക്യൂം ക്ലീനറോ അയൺ ബോക്സോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലാഷ് കാർഡ് നോക്കിയിട്ട് തിരിച്ചറിയുകയും ചെയ്യും, അതെന്താണ് അതിൻ്റെ യൂസ് എന്ന് അവൻ പറയുകയും ചെയ്യും. പിന്നെ നമ്മുടെ വീക്സ് ആണെങ്കിലും മന്ത്സ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അവർക്ക് ഇതുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, മറ്റു വീഡിയോസ് അയക്കാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോസ് അയച്ചപ്പോൾ അതിൽ കിട്ടി. പിന്നെ നമ്മൾ അവർ വേർഡ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു വേർഡ്സ് ഇപ്പോൾ നമ്മൾ മലയാളത്തിലാണ് ചോദിക്കുന്നത് വെച്ചാൽ ഇംഗ്ലീഷിൽ പറയും, ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത് വെച്ചാൽ മലയാളത്തിൽ പറയും. അതായത് ഇപ്പോൾ വാട്ടർ പറഞ്ഞ വെള്ളം, ചെയർ പറഞ്ഞ കസാര, ടൊമാറ്റോ പറഞ്ഞ തക്കാളി, അങ്ങനെ അതൊരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ അവൻ ഒരു 67 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 90 എണ്ണം ഒക്കെ പറയും അവൻ, പക്ഷെ വീഡിയോയിൽ അത് എടുക്കുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അത് കാരണം ഒരു 67 എണ്ണം ഇതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയാണ് ഇപ്പോൾ. ദക്ഷിതിൻ്റെ പ്രകടനം സാമൂഹിക മാധ്യമങ്ങളിലും ശ്രദ്ധ നേടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 2-നാണ് റെക്കോർഡ് ലഭിച്ച വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. വാർഡ് കൗൺസിലർ അർച്ചന സജിത്തിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിതിനെ അനുമോദിച്ചു. ശാരീരിക പരിമിതികളെ മറികടന്ന് ശിങ്കാരിമേളത്തിൽ കൊട്ടിക്കയറാൻ ഭിന്നശേഷിക്കാരും. കഴിഞ്ഞ ദിവസം പേങ്ങാട്ടിരിയിൽ നടന്ന വീൽചെയർ ഫെസ്റ്റ് ഭിന്നശേഷി സൗഹൃദ സംഗമത്തിലാണ് ഈ അപൂർവ ശിങ്കാരിമേളത്തിന്റെ ആദ്യ അവതരണം നടന്നത്. ചക്രക്കസേരയിൽ ഇരുന്ന് അവർ ചെണ്ടയിൽ കൊട്ടിക്കയറിയപ്പോൾ പിറന്നത് പുതുചരിത്രം. ശാരീരിക പരിമിതികളെ മറികടന്നു തീർത്ത ഈ മേളപ്പെരുക്കത്തിന് ഒരു പൂരപ്പെരുമയോളം ചന്തമുണ്ടായിരുന്നു. ഇച്ഛാശക്തിയുടെ വിജയമായിരുന്നു ആ താളവിന്യാസത്തിന്.
കഴിഞ്ഞ ദിവസം നെല്ലായ പേങ്ങാട്ടിരിയിൽ വീൽചെയർ ഫെസ്റ്റ് എന്ന പേരിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ സൗഹൃദ സംഗമത്തിലാണ് ഈ അപൂർവ ശിങ്കാരിമേളത്തിൻ്റെ ആദ്യ അവതരണം നടന്നത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരുടെ ഈ ശിങ്കാരിമേളം ഗ്രൂപ്പ് പൂമ്പാറ്റ ടീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തൃശൂർ സ്വദേശി ജോർജിൻ്റെ ശിക്ഷണത്തിലാണ് ഇവർ ശിങ്കാരിമേളം അഭ്യസിച്ചു വരുന്നത്. ജോർജും അപർണയുമാണ് ഈ ഗ്രൂപ്പിനെ നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ വാദ്യപ്പെരുമഴ തീർക്കാൻ ഇവരും രംഗത്തുണ്ടാകും. അതിജീവനത്തിൻ്റെ വലിയ ശബ്ദമായി. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് ALP സ്കൂൾ ശതോത്തര രജത ജൂബിലി ആഘോഷം 25-ന് നടക്കും. പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ ജൂബിലിയുടെ ഭാഗമായി നടപ്പിലാക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1901 പരേതനായ നെടിയെടുത്ത് മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 315 കുട്ടികൾ ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ അധ്യയനം നടത്തുന്നുണ്ട്. പഠന പ്രവർത്തനങ്ങളിലും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലും ഉന്നത നിലവാരം പുലർത്താൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. 25-ന് വൈകിട്ട് 3:30-ന് പുതിയതായി നിർമ്മിച്ച കെട്ടിടം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP വാർഷികം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. പെരുമാങ്ങോട് ALP സ്കൂളിൻ്റെ 125ാമത് വാർഷികം ജനുവരി 25-ന് ഞായറാഴ്ച വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെ ശ്രീകൃഷ്ണപുരത്തിൽ തന്നെ നിറസാന്നിധ്യമായിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ നമ്മുടെ നാട്ടുകാരുടെയും PTA-യുടെയും SWC സ്കൂൾ വെൽഫെയർ കമ്മിറ്റിയുടെയും സഹകരണത്തോടു കൂടി ഇന്നും നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ ഒരു നക്ഷത്ര തിളക്കായിട്ട് നമ്മുടെ വിദ്യാലയം നിറകൊള്ളുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 125ാമത് വാർഷികം അതിൻ്റെ വിപുലമായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന വൈദ്യുതി മന്ത്രി നമ്മുടെ മാനേജർ പുതുതായി നിർമ്മിച്ചു നൽകിയിട്ടുള്ള 5 ക്ലാസ് മുറികളുടെ പ്രവർത്തനോദ്ഘാടനം ഈ ദിവസം നിർവഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവറുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ മറ്റു ഈ ഒരു അധ്യയന വർഷം നീണ്ടു നിൽക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സാന്നിധ്യം കൊണ്ടും അതുപോലെ വിജയം കൊണ്ടും മുന്നേറിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് അവർക്ക് നൽകുന്ന സമ്മാനദാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ദിവസം നമ്മൾ നൽകി എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. 3 പതിറ്റാണ്ടുകാലമായി കലാമത്സരങ്ങളിലും മറ്റ് മേളകളിലും ചെറുപ്പളശ്ശേരി സബ് ജില്ലയിൽ വിജയകിരീടം കരസ്ഥമാക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. LSS പോലുള്ള പൊതുപരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വിജയികളെ സമ്മാനിക്കാൻ വിദ്യാലയത്തിനായി. സ്കൂളിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതികൾ മുന്നോട്ട് എന്ന പേരിൽ സ്കൂളിൽ നടപ്പിലാക്കി വരുന്നതായും പ്രധാനാധ്യാപകൻ A ദിനേശ്, PTA പ്രസിഡന്റ് K ദേവരാജൻ, സ്റ്റാഫ് സെക്രട്ടറി M സുമ, SWC ചെയർമാൻ CC ജയശങ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഴക്കമുള്ള കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഈ വിദ്യാലയം സർക്കാരിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 1901-ലാണ് ആരംഭിച്ചത് എന്ന് തന്നെ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ വിദ്യാലയം അതിനും ഒരുപാട് മുൻപ് കുടിപ്പള്ളിക്കൂടമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഈ വിദ്യാലയത്തിന്റെ ഒരു പെരുമ പറഞ്ഞാൽ അന്ന് തന്നെ ഒരു നമ്പൂതിരി കുടുംബങ്ങളാണ് ഇത് തുടങ്ങിയതെങ്കിലും അന്ന് ഈ ഇത്രമാത്രം ജാതിപരമായ വിവേചനം ഉള്ള കാലത്തും അതൊന്നും പരിഗണിക്കാതെ നാനാജാതി മതസ്ഥരെ ഉയർന്നവനും താഴവനെന്നൊന്നും നോക്കാതെ തന്നെ ഈ വിദ്യാലയത്തിൽ അഡ്മിഷൻ കൊടുത്ത് അന്ന് മുതലേ പഠിപ്പിച്ചു വന്നു എന്ന വലിയൊരു കാഴ്ചപ്പാട് കൂടി ഇതിന്റെ ഈ തയ്യാറാക്കിയ ആളുകൾക്കുണ്ടായിരുന്നു. ആ ഒരു മനോഭാവം നിലനിർത്തിക്കൊണ്ടാണ് ആ വിദ്യാലയം ഇപ്പോഴും വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് ഇവിടെ പറയണ്ടായി. 125 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക്
ഉണ്ടായ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിദ്യാർത്ഥികളെല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനാണ് ആദ്യമായിട്ട് ശ്രമിക്കുന്നത്. ഒരു ഡാറ്റ കളക്ഷൻ എന്നുള്ള രീതിയിൽ അതിന് ചെയ്യാനും. ഇപ്പൊ നിലവിൽ ഇതുവരെ നമ്മുടെ വിദ്യാലയത്തിൽ 98 വയസ്സായിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി അവരുടെ ഒരു ബാച്ച് നിലവിൽ അവരെ കണ്ടെത്തിയിട്ട് സ്കൂളിനോട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ള വളരെ മുതിർന്ന ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊജക്ടുകളാണ് ഞങ്ങൾ ഈ വരും ഒരു വർഷത്തെ പ്ലാൻ ചെയ്യുന്നത്. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ നടന്ന പരിപാടിയിൽ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പോലീസ് മേധാവികൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർ, രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ എന്നിവരുടെ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അറിവ് നേടൂ, കടമ തീർക്കൂ, അഴുക്കരുത്, ലഹരിയരുത് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് മയക്കുമരുന്ന് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ K രാഹുൽ, പോലീസ് സബ് ഇൻസ്പെക്ടർ ജ്യോതിവാസ്, CV സദാശിവൻ ചരമിത്രം, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി PP സൈദലവി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ നിലാർ മുഹമ്മദ്, ഡോക്ടർ കൃഷ്ണദാസ്, സാമൂഹ്യ പ്രവർത്തകരായ കുറ്റീരി മാനുപ്പ, KR രവി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം, ലിയ കത്തലിഖാൻ, ഒമർ ഷെരീഫ്, ഖാജ മുഹിയുദ്ദീൻ, ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവരും പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജനുവരി 31 നടക്കും. വർഷങ്ങൾക്കു ശേഷം എന്ന പേരിൽ നടക്കുന്ന മെഗാ അലുമിനി മീറ്റിൽ വിവിധ വർഷങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2013 4 ഡിഗ്രി കോഴ്സുകളുമായാണ് പെരിന്തൽമണ്ണയിൽ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങിയത്. 2013 മുതൽ ഇതുവരെ പഠനം പൂർത്തിയാക്കിയ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കും. വർഷങ്ങൾക്ക് ശേഷം എന്ന പേരിൽ നടക്കുന്ന മെഗാ അലുമിനി മീറ്റ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെബീർ കറുമുക്കിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. 2013 സ്ഥാപിതമായ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിന്റെ പ്രഥമ അലുമിനി മീറ്റാണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഈ വരുന്ന ജനുവരി 31 വൈകുന്നേരം 4 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നത്. കോളേജിൽ നിന്ന് ഈ കഴിഞ്ഞ കാലയളവിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളും ആ സമയങ്ങളിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകരും അനധ്യാപകരും പങ്കെടുക്കുന്ന ഒരു മെഗാ അലുമിനി മീറ്റ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷബീർ കറുമുക്കിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാർ മുബീന തസ്നി, മെമ്പർ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. കോളേജും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം കോളേജ് കാലം കഴിഞ്ഞാലും നിലനിർത്തുന്നതിനും അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുന്നതിനും അവസരം ഒരുക്കുകയാണ് മെഗാ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. ഇപ്പോൾ 10 ഡിഗ്രി കോഴ്സുകളും 3 PG കോഴ്സുകളുമുള്ള കോളേജിൽ ഈ വർഷം മുതൽ സ്കിൽ ഓറിയന്റായ കോഴ്സുകൾ സൗജന്യമായി നൽകി വരുന്നുവെന്നും പുതിയ ന്യൂജൻ കോഴ്സുകൾ ആരംഭിക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. 4 ഡിഗ്രി കോഴ്സുകളായിട്ടാണ് നമ്മൾ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2013. ഇന്ന് 10ഓളം ഡിഗ്രി കോഴ്സുകളും 3 PG കോഴ്സുകളുമായിട്ട് 1000-ൽ പരം കുട്ടികൾ നമ്മുടെ ക്യാമ്പസിൽ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ധാരാളം റാങ്കുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല നല്ല റിസൾട്ട് നിലനിർത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ അടുത്ത വർഷം തുടങ്ങുന്ന BCA ഡാറ്റ അനലിറ്റിക്സ് കോഴ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ വർഷം മുതൽ തന്നെ നൈപുണ്യത കൊടുക്കുന്ന സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ കുട്ടികൾക്ക് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സുകളൊക്കെ കുട്ടികൾക്ക് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
അതോടൊപ്പം ഡിഗ്രിയോട് കൂടെ തന്നെ കുട്ടികൾക്ക് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ്, അയാട്ട പോലത്തെ കോഴ്സുകൾ ആവശ്യമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ MES മാനേജ്മെന്റ് അംഗങ്ങളായ ഉമ്മർ തയ്യിൽ, അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ സദറുദ്ദീൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സൈദലവി, അലുമിനി പ്രസിഡന്റായ അജ്ലാൽ, കോർഡിനേറ്റർമാരായ റാഷിദ്, ഷഹല എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിന്റെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മേലാറ്റൂർ, മലപ്പുറം, വേങ്ങര, തിരൂർ എന്നീ കേന്ദ്രങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാൻ ടീമിനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമൂഹിക പുരോഗമന ചരിത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാരാണ് വിദ്യാർത്ഥികൾക്കായി ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം, തിരൂരങ്ങാടി, തിരൂർ, വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലകളിൽ ക്യൂസ് മത്സരം പൂർത്തിയായി. GG ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം, GMVHSS വേങ്ങര, GBHSS തിരൂർ, RMHSS മേലാറ്റൂർ എന്നീ സ്കൂളുകളിലാണ് വിദ്യാഭ്യാസ ജില്ലാതല മത്സരം നടന്നത്. സ്കൂൾ തല പ്രാരംഭഘട്ട മത്സരത്തിൽ വിജയികളായ 2 ടീമുകൾ വീതം വിദ്യാഭ്യാസ ജില്ലാ മത്സരത്തിൽ പങ്കെടുത്തു. മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ക്യൂസ് മത്സരത്തിൽ 74 സ്കൂളുകളിൽ നിന്നായി 118 ടീമുകൾ പങ്കെടുത്തു. എൻ്റെ പേര് ദേവപ്രിയ. ഞാൻ നിലമ്പൂർ മന്നം സ്മാരക NSS ഹയർ സെക്കൻഡറി സ്കൂൾ ചക്കാലക്കുത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഈ ഒരു ക്വിസിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നല്ല കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ട്. അതേപോലെ തന്നെ കിട്ടണം എന്നാണ് ആഗ്രഹം. അതുപോലെ കേരളത്തിനെ കുറിച്ചുള്ള അറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ക്വസ്റ്റിൽ നിന്ന് പഠിക്കാൻ പറ്റി. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ വ്യത്യസ്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് ക്യാച്ച് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ TP മുഹമ്മദ് അഫ്നാൻ, M സിനോവ് എന്നിവർ 1ാം സ്ഥാനം നേടി. അരീക്കോട് SOHSSലെ അൽ ഹസീം, C ഹിബാൻ എന്നിവർ 2ാം സ്ഥാനവും, അഞ്ചച്ചവടി GHSSലെ C മുഹമ്മദ് റയാൻ, PK നിഷാൻ എന്നിവർ 3ാം സ്ഥാനവും നേടി. തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ 76 സ്കൂളുകളിൽ നിന്നായി 112 ടീമുകൾ മത്സരിച്ചു. തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ 81 സ്കൂളുകളിൽ നിന്നായി 154 കുട്ടികൾ പങ്കെടുത്തു. 10 ടീമുകളെ ജില്ലാതല മത്സരങ്ങളിലേക്ക് തിരഞ്ഞെടുത്തു. ജില്ലാതല മത്സരം ഫെബ്രുവരി 3ാം വാരം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് ഗ്രാൻഡ് ഫിനാലെ നടക്കും. ഫൈനൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 5 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 3 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 2 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകയായി ലഭിക്കുക. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രശസ്തി പത്രവും മെമന്റോയും നൽകും. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിന്റെ ആദ്യഘട്ട മത്സരത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെ 5000-ഓളം വിദ്യാലയങ്ങളും വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂൾ 24ാമത് വാർഷിക ആഘോഷം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. മലപ്പുറം MSP റിട്ടയർഡ് കമാൻഡന്റ് AS രാജു ഉദ്ഘാടനം ചെയ്തു. മാനേജർ K രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നർത്തകിയും യൂട്യൂബറുമായ പത്മശാലിനി വിശിഷ്ടാതിഥിയായി. പ്രിൻസിപ്പൽ ഡയസ് K മാത്യു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികളും പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. PTA പ്രസിഡന്റ് TG ചന്ദ്രിക, ഇംഗ്ലീഷ് വിഭാഗം മേധാവി N അനിത, സ്കൂൾ ക്യാപ്റ്റൻ S ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കിഡ്സ് ഫെസ്റ്റും തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. அவ்வாறு நோக்கினான் எவ்வாறு நாடுவேன் கண்ணாடி முன் நின்று பார்த்து கொண்டேன் ஒன்றாக செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன். Meraka
കോങ്ങാട് കുണ്ടുവമ്പാടം ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ കുട്ടൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ നവകം പഞ്ചഗവ്യം, ഉഷപൂജ, മീര പുരുഷോത്തമൻ അവതരിപ്പിച്ച അഷ്ടപതി, തുടർന്ന് ദാരികാവധം പാട്ടുകൽപ്പന, മേളത്തോടുകൂടിയ ഉച്ചപൂജ, ഭഗവതിയുടെ പിറന്നാൾ സദ്യ എന്നിവ നടന്നു. വൈകുന്നേരം 5 മണി മുതൽ പാണ്ടിമേളവും തുടർന്ന് പഞ്ചവാദ്യവും ഉണ്ടായി. നാദസ്വരവും തായമ്പകയും നടന്നു. മേൽശാന്തി കുളങ്ങര ഗംഗാധരൻ നായർ സഹകാർമ്മികനായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും പങ്കെടുത്തു. ഫെബ്രുവരി 23-ന് ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കൾ വിലസുന്നു. കയറംപാറയിൽ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് മോഷ്ടാവ് വയോധികയുടെ മാല കവർന്നു. 1 പവൻ വരുന്ന മാലയാണ് കവർന്നത്. തച്ചമ്പാറ മച്ചാംതോട് ചെന്തുണ്ടിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പശുക്കിടാവിനെ കടിച്ചുകൊന്നു. പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാൻ ഒരുങ്ങി വനം വകുപ്പ്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല മഞ്ചൽ സമരം നടത്തി. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് നേതാക്കൾ. മണ്ണാർക്കാട് നഗരസഭയിൽ വസ്തുനികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ്. നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് മുടങ്ങിയ നികുതി അടയ്ക്കാനാണ് നോട്ടീസ്. കുടിശ്ശിക ഉൾപ്പെടെ ഉടമകൾ അടയ്ക്കേണ്ടി വരിക വൻ തുക. 5ാം ക്ലാസ്സുകാരൻ അനിരുദ്ധ് ആവശ്യപ്പെട്ടു. സ്കൂളിന് ബസ് സമ്മാനമായി നൽകി വി.കെ. ശ്രീകണ്ഠൻ MP. ചെർപ്പുളശ്ശേരി GUP സ്കൂളിനാണ് MP യുടെ വക പുതിയ ബസ് ലഭിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.